ജീവിതത്തിൽ ഇവരെ കൂടെ കൂട്ടുന്നത് വഴി നിങ്ങളുടെ ജീവിതം തന്നെ മാറിപ്പോകുന്നു. പലപ്പോഴും സന്തോഷകരമായ പല മാറ്റങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവഴി ഉണ്ടാവുന്നത്. പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും മുന്നോട്ടു പോകാമെന്നും ചാണക്യൻ നീതിശാസ്ത്രത്തിൽ വിവരിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത 3 കൂട്ടരുണ്ട്. ഇവർ കൂടെയുണ്ടെങ്കിൽ സാമ്പത്തിക മാനസിക സന്തോഷങ്ങൾ എന്നെന്നും നിലനിൽക്കുന്നു. ഇവർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ചാണക്യൻ നിർദ്ദേശിക്കുന്നത് വിവേകമുള്ള ഭാര്യയെ കുറിച്ചാണ്. നല്ല വിവേകത്തോടെ സംസാരിക്കുന്ന ഒരു പങ്കാളിയാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം നിസ്സാരമല്ല. പലപ്പോഴും ഇവർ ഭർത്താവിനൊപ്പം ഒരു നിഴലായി നിലകൊള്ളുന്നു. മാത്രമല്ല, പ്രയാസകരമായ നിമിഷങ്ങളിൽ പങ്കാളിക്ക് തുണയാവുന്നതിനും നിശ്ചയദാർഢ്യത്തോടെ അതിനെ നേരിടാൻ സഹായിക്കുന്നതിനും നല്ലൊരു പങ്കാളിക്ക് സാധിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവർ കുടുംബത്തിന് തുണയായി മാറുന്നു. ഇത്തരത്തിൽ വിവേകത്തോടെ പെരുമാറുന്ന ഒരു പങ്കാളിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവരെ ഒരിക്കലും വിട്ടുകളയരുതെന്ന് ചാണക്യൻ നിർദ്ദേശിക്കുന്നു. ഇതിൽ ചാണക്യൻ രണ്ടാമതായി പറയുന്നത് നല്ല പുത്രന്മാരെ കുറിച്ചാണ്. നിങ്ങളുടെ പുത്രൻ നല്ല പുത്രനാണ്, എപ്പോഴും കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും വിട്ടുകളയരുത്. ഒരു കുഞ്ഞിന് ബോധം വെക്കുന്ന പ്രായം മുതൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയാൽ അത് വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾക്ക് തന്നെ സഹായകമാകുന്നു. മാത്രമല്ല, ഇവർക്ക് മോശം ശീലങ്ങൾ ഇല്ലെന്നത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഒരിക്കലും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ തന്റെ മാതാപിതാക്കളെ ഒറ്റക്കാക്കരുതെന്ന ചിന്ത പോലും ഇവരിൽ ഉണ്ടാവുന്നു. ഇത്തരത്തിൽ സൽപുത്രനാണ് നിങ്ങളുടേതെങ്കിൽ അവരെ ഒരിക്കലും ഒഴിവാക്കി നിർത്തരുത് എന്നാണ് ചാണക്യൻ പറയുന്നത്. ഇനി ചാണക്യൻ മൂന്നാമതായി പറയുന്നത് നല്ല സുഹൃത്തുക്കളെ കുറിച്ചാണ്. സൗഹൃദം എന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഏതൊരു വ്യക്തിയും തന്റെ സൗഹൃദത്തിൽ വളരെയധികം വിശ്വാസമുള്ളവരായിരിക്കും. ജീവിതത്തിൽ നല്ല ആളുകളുടെ സഹവാസമുണ്ടെങ്കിൽ അവർക്ക് വിജയം കണ്ടെത്തുന്നതിന് സാധിക്കുന്നു. കൂടാതെ ഇത്തരത്തിൽ നല്ല സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ ഇവർ ജീവിത വിജയം കരസ്ഥമാക്കുന്നു. കൂടാതെ ഒരു തരത്തിലും തോൽവിയിലേക്ക് എത്തുകയുമില്ല. ഇത്തരം ആളുകളുടെ കൂട്ടുകെട്ട് ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഇനി പറയുന്ന 3 പേരെയും ഒരിക്കലും വിട്ടുകളയരുത്. അത് ജീവിതത്തിൽ വിജയവും സന്തോഷവും ധനനേട്ടവും ഉണ്ടാക്കുന്നു. ഇവർക്ക് അവരെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നതിനും സാധിക്കും. നമ്മുടെ ഭാഗ്യം തെളിയുന്ന പക്ഷം ഈ 3 കൂട്ടരുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ ജീവിതം മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയും ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുന്നതിന് സാധിക്കുകയും ചെയ്യും. ഏത് മോശം സാഹചര്യത്തിലും ഇവരെ വിട്ടുകളയരുത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാത്ത പക്ഷം നിങ്ങൾ പിന്നീട് ദുഃഖിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നിസ്സാരമാക്കരുത്. ചാണക്യന്റെ നീതിശാസ്ത്രം എപ്പോഴും വളരെയധികം പ്രാധാന്യത്തോടെ പലരും കണ്ടിരുന്ന ഒന്ന് തന്നെയാണ്. ആചാര്യൻ ചാണക്യൻ തന്റെ ദാർശനിക സങ്കല്പങ്ങൾ നീതിശാസ്ത്രത്തിൽ വളരെയധികം വ്യക്തമായി തന്നെ വിവരിച്ചിട്ടുണ്ട്. ജീവിത പുരോഗതിയും സാമ്പത്തിക നേട്ടവും ദാമ്പത്യവും എല്ലാം ഇതിൽ കൃത്യമായി തന്നെ പ്രതിപാദിക്കുന്നു. സുഖദുഃഖങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും നേട്ടവും നിലനിർത്തുന്നതിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ചില വ്യക്തികളുണ്ട്. ലോകമൊട്ടാകെ അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ മുങ്ങി നിന്നിരുന്ന കാലഘട്ടത്തിൽ 2300 വർഷം മുമ്പ് ഭാരതത്തിൽ ഒരു നിയമവ്യവസ്ഥ അർത്ഥശാസ്ത്രം ഉണ്ടാക്കുകയും രാജാക്കന്മാരെ അതിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കാൻ നിർബന്ധിതമാക്കുകയും ചെയ്ത ഗുരുവാണ് ആചാര്യ ചാണക്യൻ. ചാണക്യന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്കും ജീവിതത്തിൽ പരാജയം നേരിടേണ്ടി വരില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.